നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആസാമിലെ തീവ്രവാദ കേസിലെ പ്രതി കാസർഗോട്ട് അറസ്റ്റിൽ. MP ഷാബ് ഷേഖാണ് കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും അറസ്റ്റിലായത്. K. മുഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. സാഹിത്യവേദി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് പ്രമോദ് രാമൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ട് അരക്കോടിയുടെ പാൻ മസാല വേട്ട. 2 കോഴിക്കോട് സ്വദേശികൾ അറസ്റ്റിൽ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം. യുവജന വനിതാ സമ്മേളനം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ക്യാമ്പസിൽ ദേശീയ സസ്യശാസ്ത്ര സമ്മേളനത്തിന് തുടക്കമായി. പ്രമുഖ ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്നു. പടന്ന പഞ്ചായത്തിൽ നടന്ന വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് UDF. പ്രതിഷേധ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. ആസാമിലെ തീവ്രവാദ കേസിലെ പ്രതി കാസർഗോട്ട് അറസ്റ്റിൽ. MP ഷാബ് ഷേഖാണ് കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും അറസ്റ്റിലായത്. ആസാമിൽ UAPA കേസിൽ പ്രതിയായതോടെയാണ് ഷാബ് ഷേഖ് കേരളത്തിലേക്ക് കടന്നത്. ഇയാളെ കണ്ടെത്തുവാൻ ആസാം പോലീസും NIAയും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ആസാമിൽ തീവ്രവാദ കേസിലെ പ്രതിയായ ഷാബ് ഷേഖിനെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കാസർഗോട്ടെ ഒളിത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആസാമിൽ UAPA കേസിൽ പ്രതിയായതോടെയാണ് ഷാബ് ഷേഖ് കേരളത്തിലേക്ക് കടന്നത്. ഇയാളെ കണ്ടെത്തുവാൻ ആസാം പോലീസും NIAയും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഷാബ് ഷേഖ്. എന്നാൽ ഇയാൾ ബംഗ്ലാദേശ് പൗരനാണോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ P. അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും പ്രതിയെ പിടികൂടുവാനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KM അഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. 14ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് സാഹിത്യവേദി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മാഷിന്റെ ഓർമ്മകളിൽ തുടിച്ചു നിന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും മീഡിയ വൺ എഡിറ്ററുമായ പ്രമോദ് രാമൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ KM അഹമ്മദ് മാഷിൻ്റെ 14ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മാഷിൻ്റെ ഓർമ്മകളിൽ തുടിച്ചു നിന്നു. കാസർഗോഡ് സാഹിത്യവേദി KM അഹമ്മദ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങും സെമിനാറും അഹമ്മദ് മാഷിൻ്റെ മാധ്യമ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി മാറി. പ്രമുഖ മാധ്യമപ്രവർത്തകനും മീഡിയ വൺ എഡിറ്ററുമായ പ്രമോദ് രാമൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലും മാധ്യമരംഗത്തും ഒരുപോലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച അഹമ്മദ് മാഷ് പത്രപ്രവർത്തന രംഗത്ത് തനിക്ക് ഗുരുതുല്യനായിരുന്നുവെന്ന് പ്രമോദ് രാമൻ പറഞ്ഞു. ജില്ലാ രൂപവൽക്കരണത്തിന് മാഷ് മാധ്യമ ലോകത്ത് നടത്തിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഇന്നും ഒരു പാഠമാണെന്നും മാധ്യമ പ്രവർത്തനത്തിൽ ഒപ്പം സാംസ്കാരിക ലോകത്തിലും അദ്ദേഹം തിളങ്ങി നിന്നുവെന്നും പ്രമോദ് രാമൻ പറഞ്ഞു. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ രാഷ്ട്രീയമായി വിലയിരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. KM അഹമ്മദും ഏതാണ്ട് അത് തന്നെ. ഒരു ജില്ലയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ഒരു ജില്ല സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ ആകെ ഒരു പ്രസ്ഥാനമായാണ് നമ്മൾ കാണേണ്ടത്. ഒരു പ്രസ്ഥാനം തന്നെയാണത്. അപ്പൊ അതിനു വേണ്ടിയുള്ള അലച്ചിലുകൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഒരു സാംസ്കാരിക കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, സാഹിത്യം വളരണം എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയമാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെലവിട്ട മണിക്കൂറുകൾ അതെല്ലാം നമുക്കറിയാം. അപ്പൊ ഇവിടെ വന്ന് നമ്മുടെ തന്നെ നാട്ടിലെ സുബ്രഹ്മണ്യനായി അല്ലെങ്കിൽ പിന്നെ ഒരുപാട് നമ്മുടെ എഴുത്തുകാരും ഒക്കെ തന്നെ. ഞാൻ പുളിഞ്ചിത്തായൊക്കെ ഞാൻ അറിയുന്നത് ഇവിടെ പഠിക്കുന്ന സമയത്ത് ചിത്രകാരനായ പുളിഞ്ചിത്തായ, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടുത്തുകയും പിന്നെ നമ്മൾ ആ ഒരു ചരിത്രത്തിലേക്കും അതിലേക്കൊക്കെ നമുക്ക് പോകാനും ഒക്കെ കഴിഞ്ഞത് ഇതുവഴി തന്നെയാണ്. സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്റർ ജോസ് ഗ്രേസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. 90കളിൽ 3 വർഷം മനോരമയുടെ കാസർഗോഡ് ബ്യൂറോ ചീഫായിരുന്ന തന്നോട് അഹമ്മദ് മാഷ് കാണിച്ച വലിയ വിശാല മനസ്കതയെക്കുറിച്ചും മാഷുമായുള്ള മനോഹരങ്ങളായ നിരവധി ഓർമ്മകളെക്കുറിച്ചും ജോസ് ഗ്രേസ് സംസാരിച്ചു. കാസർഗോഡ് മായിപ്പാടി രാജാവ് മരിക്കുന്നു. രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞു. ഞങ്ങളുടെ പത്രം അന്ന് കോഴിക്കോട്ട് നിന്നാണ് അടിക്കുന്നത്.
10 മണി പോയിട്ട് 9 മണി കഴിഞ്ഞാൽ പോലും ഒരു വാർത്ത അന്ന് പത്രത്തിൽ കയറാൻ സാധ്യതയില്ല. കാസർഗോഡ് നിന്ന് മായിപ്പാടി രാജാവ് മരിച്ച വിവരം. ഞാൻ അന്ന് YMCA 4ാം നിലയിലാണ് താമസം. അവിടെ ഫോണുമില്ല. രാത്രി 10 മണിക്ക് 11 മണിയെങ്ങാണ്ടായിട്ടുണ്ടാവും. വാതിലിൽ മുട്ടി കേട്ട് ഞാൻ തുറന്നു നോക്കും. മാതൃഭൂമിയിലെ ബിജുവാണ്. ബിജു വന്നിട്ട് പറഞ്ഞു, മായിപ്പാടി രാജാവ് മരിച്ചു, ജോസിനോട് പറയണമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടെന്ന്. മാതൃഭൂമിയിലെ പത്രപ്രവർത്തകനെ, അത് KM മുഹമ്മദ് ആവട്ടെ ആരുമാവട്ടെ, ആ വാർത്ത എന്നോട് പറയാതിരിക്കാൻ 1000 കാരണങ്ങളുണ്ട്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, എന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, അവിടെ ഇല്ല, സമയം വൈകിപ്പോയി. പക്ഷേ അതെന്നോട് പറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം അതെന്നോട് പറയണം, മനോരമയിൽ അറിയിക്കണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ KM അഹമ്മദ് എന്ന് വിളിക്കുന്നത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, KM അഹമ്മദ് ഫൗണ്ടേഷൻ ചെയർമാൻ റഹ്മാൻ തായിലങ്ങാടി, സാഹിത്യവേദി മുൻ പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ, KM അഹമ്മദ് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി മുജീബ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. സാഹിത്യവേദി സെക്രട്ടറി MV സന്തോഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് TA ഷാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ട് 5 ലക്ഷത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. കുമ്പള സ്റ്റേഷൻ പരിധിയിലെ 2 ഇടങ്ങളിൽ നിന്നായി വാഹനങ്ങളിൽ കടത്തവെയാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പിടിയിലായ 2 പേരും കോഴിക്കോട് സ്വദേശികളാണ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് 50 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. 2 വാഹനങ്ങളിലായി കടത്തുകയായിരുന്ന 2 കോടി രൂപ വില വരുന്ന 4,82,514 പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുമായി 2 പേർ കാസർഗോട്ട് അറസ്റ്റിലായി. 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് സിറ്റി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ NP അസ്കർ അലി, കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സിദ്ദിഖ് എന്നിവരെയാണ് കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അസ്കർ അലിയെ ചൊവ്വാഴ്ച രാത്രി 9:45 മൊഗ്രാലിൽ വെച്ച് SI VK വിജയന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ ചന്ദ്രൻ, ഹരിശ്രീ എന്നിവരും SIക്കൊപ്പമുണ്ടായിരുന്നു. പിക്കപ്പ് വാഹനം തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ചാക്കുകളിലാക്കിയ ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. കർണാടകയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കടത്തുകയായിരുന്നു 3,12,000 പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ. സിദ്ദിഖിനെ കുമ്പള ദേശീയപാതയിൽ വെച്ച് SI K ശ്രീജേഷിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പിക്കപ്പ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ചാക്കുകളിൽ സൂക്ഷിച്ച 1,70,514 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പോലീസ് സംഘത്തിൽ CPOമാരായ വിനോദ്, മനു എന്നിവരും ഉണ്ടായിരുന്നു. പിടികൂടിയ ലഹരി ഉൽപ്പന്നങ്ങൾക്ക് 50 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം പെൺകുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം പോലും നൽകുവാൻ മടിച്ച കാലത്ത് നിന്നും ഇന്നിൻ്റെ അഭിമാനകരമായ ഉന്നതിയിലേക്ക് എത്തിയതിന് പിന്നിൽ ശ്രേഷ്ഠരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ CD സാഹിബിനോടും CH മുഹമ്മദ് കോയ സാഹിബിനോടും സമുദായം കടപ്പെട്ടിരിക്കുന്നുവെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച യുവജന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച യുവജന വനിതാ സമ്മേളനം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം പെൺകുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം പോലും നൽകുവാൻ മടിച്ച കാലത്ത് നിന്നും ഇന്നിൻ്റെ അഭിമാനകരമായ ഉന്നതിയിലേക്കെത്തിയതിന് പിന്നിൽ ശ്രേഷ്ഠരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ CD സാഹിബിനോടും CH മുഹമ്മദ് കോയ സാഹിബിനോടും സമുദായം കടപ്പെട്ടിരിക്കുന്നുവെന്ന് PK നവാസ് പറഞ്ഞു. ലോകത്ത് അടയാളപ്പെടുത്തലുകൾക്ക് മലയാളി മുസ്ലിം വനിതകളെ സജ്ജമാക്കിയത് മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനമാണെന്നും PK നവാസ് പറഞ്ഞു. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ നിന്നാൽ അത് യാഥാസ്ഥികതയുടെ കാലമാണ് എന്ന് പറയുന്ന ഒരു കാലം. പരിപൂർണമായി ഹിജാബ് ധരിച്ചാൽ അവൾ യാഥാസ്ഥിക, അർദ്ധ ഹിജാബ് ധരിച്ചാൽ അവൾ ഒരു പാതി പരിഷ്കാരി, ഹിജാബ് തലയിലില്ലെങ്കിൽ അവൾ പൂർണ്ണ പരിഷ്കാരി. ഇങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കുന്ന പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഐഡന്റിറ്റിയെ ലോകത്ത് ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ്. ആർക്കു മുമ്പിലും ഞാനായി നിൽക്കാനുള്ള എന്റെ ഇച്ഛാശക്തിയെ അത് ചോദ്യം ചെയ്യാൻ അനുവദിക്കപ്പെട്ടില്ല. അത് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള കരാറാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറക്ക് സമൂഹത്തിന്റെ ഏത് മാറ്റത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. വടക്കേക്കോവൽ MTP കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് KP സുഹറ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് നജ്മ തബ്ഷീറ മുഖ്യപ്രഭാഷണം നടത്തി.
പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് ഐറ്റി ആമുഖ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് വർക്കിംഗ് പ്രസിഡന്റ് PP റഷീദ് ഹാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി VV അബ്ദുല്ല ഹാജി, വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് AG സെറീന, മണ്ഡലം ട്രഷറർ ഷെരീഫ റൂസി, വൈസ് പ്രസിഡന്റ് MB സുലൈഖ, ജോയിന്റ് സെക്രട്ടറി K ഹബീബ, പഞ്ചായത്ത് സെക്രട്ടറി സാജിദ സഫറുള്ള, ട്രഷറർ M ഷഹർബ, MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മസറുദ്ദീൻ മണിയനോടി, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി AGC ഷംഷാദ്, വൈസ് പ്രസിഡന്റ് ഫായിസ് ബീരിച്ചേരി, സിറാജ് വടക്കുംപാട്, ജാബിർ തങ്കയം, മർസൂഖ് റഹ്മാൻ, NKP ഹാഫിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ക്യാമ്പസിൽ ദേശീയ സസ്യശാസ്ത്ര സമ്മേളനത്തിന് തുടക്കമായി. സെൽ ടു ഹോൾ പ്ലാന്റ് ഫിസിയോളജി, ബ്രിഡ്ജിംഗ് സയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന പ്രധാന വിഷയത്തിൽ ഊന്നൽ നൽകിയുള്ള സമ്മേളനം ശാസ്ത്രീയ മുന്നേറ്റങ്ങളും സുസ്ഥിര കൃഷിരീതികളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ICAR CPCRIയുടെയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ പ്ലാന്റ് ഫിസിയോളജിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് 3 ദിവസത്തെ ദേശീയ സമ്മേളനം. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും ISPP പ്രസിഡന്റുമായ ഡോക്ടർ R ചന്ദ്രബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Agriculture can be net negative in the greenhouse gas emissions, particularly through sequestering by terrestrial and soils. So I believe that agriculture is the only sector which can be net negative in greenhouse gas emissions. Every other sector can be net zero or neutral, but agriculture has the potential to become the net negative in terms of greenhouse gas emissions. Now I would like to introduce you to a concept which takes a holistic approach to all of these global challenges, known as sustainable intensification. The whole goal of sustainable intensification is to provide access to safe, nutritious and healthy food at all times to all people from existing farmland and without damaging our natural resources and ecosystem health. I would like to change that definition a little bit, because without damaging our environment or natural resources is not good enough. അമേരിക്കയിലെ കൻസാസ് സ്റ്റേറ്റ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ PV വരപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുരളി ഗോപാൽ, SR രമേശ്, ഡോക്ടർ ബ്രജേഷ് സിംഗ്, ഡോക്ടർ ജഗദീഷ് റാണ, ഡോക്ടർ നടരാജ് കർബ, ഡോക്ടർ ജയകുമാർ, ഡോക്ടർ മമത മധുസൂദനൻ, ഡോക്ടർ കൗശിക് ചക്രവർത്തി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടും അധികാരവും കവർന്നെടുക്കുന്ന നടപടിയിൽ നിന്നും LDF സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടും അശാസ്ത്രീയമായ രീതിയിൽ പടന്ന പഞ്ചായത്തിൽ നടന്ന വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചും UDF പടന്നയിൽ പ്രതിഷേധ സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് LDF സർക്കാർ ഭൂരിഭാഗം പഞ്ചായത്തുകളിലെയും വാർഡുകൾ തലങ്ങും വിലങ്ങും വെട്ടിമുറിച്ച് ഭരണം പിടിക്കുവാൻ കുതന്ത്രം പ്രയോഗിക്കുന്നതെന്ന് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിന് ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും ഇത് UDF നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ഈ 38 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും UDFന്റെ കൈകളിൽ എത്തിച്ചേരുന്നതിന് ഞങ്ങൾക്ക് കാരണം അത്രയും തരംതാഴ്ന്ന രീതിയിൽ ഈ 8 വർഷം കൊണ്ട് ഈ കേരള സർക്കാരിന്റെ ഭരണം അത്രയും തരംതാഴ്ന്ന രീതിയിൽ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പെൻഷൻ ഇല്ലാതാക്കുകയും ചെയ്യുകയും പെൻഷൻ കിട്ടാത്ത പേരിന് മാത്രം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം 2 മാസത്തെ പെൻഷൻ അനുവദിക്കുകയും
പ്രതിഷേധ സംഗമത്തിൽ UC മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലി, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് TKC മുഹമ്മദ് അലി ഹാജി, UDF പഞ്ചായത്ത് കൺവീനർ PK താജുദ്ദീൻ, ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC മണ്ഡലം പ്രസിഡന്റ് മാമുനി രവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, വൈസ് പ്രസിഡന്റ് P ബുഷ്ര, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K സജീവൻ, TP മുത്തലിബ് ഹാജി, K അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഉപ്പള CH സൗദം ഹാളിൽ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പ് ഹാൻഡ് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഉപ്പള CH സൗദം ഹാളിൽ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പ് ഹാൻഡ് സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ശ്രദ്ധേയമായി. AKM അഷ്റഫ് MLA ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് കേരളമല്ലാത്ത ഉത്തരേന്ത്യൻ മേഖലകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മളെ വല്ലാണ്ട് ടെൻഷൻ എടുപ്പിക്കുമ്പോൾ സംബാലിൽ ലീഗിന് പഞ്ചായത്ത് മെമ്പറോ ലീഗിന് സ്വാധീനമുള്ള ഏരിയ ഒന്നുമല്ല. കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡർഷിപ്പ് അജ്മീറിന്റെ കാര്യം വരുമ്പോൾ, മറ്റുള്ള പള്ളികളുടെ കാര്യം വരുമ്പോൾ ടെൻഷൻ അടിച്ച് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ആ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് കേസ് വാദിച്ച് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ചിത്രം നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ല മാദേരി അധ്യക്ഷത വഹിച്ചു. AK ആരിഫ് സ്വാഗതം പറഞ്ഞു. സെയ്ദ് UK സൈഫുള്ള തങ്ങൾ പ്രാർത്ഥന നടത്തി. സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ PA സലാം മലപ്പുറം ആമുഖാവതരണം നടത്തി. മുജീബ് റഹ്മാൻ പുത്തലത്ത് ക്ലാസ് എടുത്തു. ജില്ലാ കോർഡിനേറ്റർ KEA ബക്കർ, മണ്ഡലം കോർഡിനേറ്റർമാരായ സിദ്ദിഖ് ദണ്ഡഗോളി എന്നിവർ നേതൃത്വം നൽകി. അസീസ് കളത്തൂർ, സെഡ്ഡെ കയ്യാർ, MP ഖാലിദ് ദുർഗിപ്പള്ള, സിദ്ദീഖ് വളമുഗർ, MA ഖാലിദ് ബന്ദിയോട്, MB ഹനീഫ്, ഫാത്തിമത്ത് സുഹ്റ എന്നിവർ സംസാരിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുട്ടികളുടെ സർഗാത്മക കഴിവുകളും അഭിരുചികളും കണ്ടെത്തുകയും അവ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനത്തിൽ പടന്ന എടച്ചാക്ക AUP സ്കൂളിൽ അറബിക് എക്സ്പോ നടത്തി. വിദ്യാലയത്തിലെ അൽ അസ്ഹാർ അറബിക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രദർശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബുഷ്ര ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് സജീവമായി നിലനിൽക്കുന്ന പ്രാചീന സെമറ്റിക് ഭാഷയായി അറിയപ്പെടുന്ന അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയും വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ സാങ്കേതിക വിഭാഗമായ യുനെസ്കോയും അംഗീകരിച്ച ഭാഷയാണ്. അന്താരാഷ്ട്ര അറബിക് ദിനത്തിൽ എടച്ചാക്ക AUP സ്കൂളിൽ നടന്ന അൽ അസ്ഹാർ എക്സ്പോ ആകർഷകമായി. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി LP UP വിദ്യാർത്ഥികൾ ദിനാചരണ പോസ്റ്ററുകൾ, മാഗസിനുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, ചാർട്ടുകൾ തുടങ്ങിയവ തയ്യാറാക്കി. പാഴ്വസ്തുക്കളും കാർഡ്ബോർഡും ഉപയോഗിച്ച് ചട്ടകളിലുമായി നിർമ്മിച്ച വിശുദ്ധ കബ, വീട്, സ്മാരകങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് കൗതുകമായി. 4 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഏറ്റവും ചെറിയ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ പ്രദർശന സ്റ്റാളിലെത്തി. എക്സ്പോ പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബുഷ്ര ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ EP വത്സരാജൻ അധ്യക്ഷത വഹിച്ചു. അറബിക് അധ്യാപിക K സൽമത്ത് അറബിക് ദിന സന്ദേശവും എക്സ്പോ വിവരണവും നടത്തി. സീനിയർ അസിസ്റ്റന്റ് V ആശാലത, സ്റ്റാഫ് സെക്രട്ടറി K രജിത, MP അബ്ദുൽ റഹ്മാൻ, K റുബൈദ എന്നിവർ സംസാരിച്ചു. അറബിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഓപ്പൺ ക്വിസ്, മാഗസിൻ നിർമ്മാണം, ഡോക്യുമെൻ്ററി പ്രദർശനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് രംഗചിന്നാരിയുടെ സംഗീത വിഭാഗമായ സ്വരചിന്നാരിയുടെ ആഭിമുഖ്യത്തിൽ രാഗാലാപ എന്ന പേരിൽ സംഗീത ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പത്മഗിരി കലാകുടീരത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡോക്ടർ ആനന്ദ് കാമത്ത് ഉദ്ഘാടനം ചെയ്തു. രംഗചിന്നാരിയുടെ സംഗീത വിഭാഗമായ സ്വരചിന്നാരിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഗാലാപ സംഗീത ക്യാമ്പ് കാസർഗോഡിന് സംഗീത നിറവേകി. പത്മഗിരി കലാകുടീരത്തിൽ സംഘടിപ്പിച്ച സംഗീത ക്യാമ്പ് ഡോക്ടർ അനന്ത കാമത്ത് ഉദ്ഘാടനം ചെയ്തു. സ്വരചിന്നാരി പ്രസിഡന്റ് കൃഷ്ണയ്യ അനന്തപുരം അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തകൻ രവീന്ദ്ര ജോഷി മൈസൂർ മുഖ്യാതിഥിയായിരുന്നു. സംഗീത ഡയറക്ടർ V മനോഹറിൻ്റെ നേതൃത്വത്തിലാണ് സംഗീത ക്യാമ്പ് നടന്നത്. കാസർഗോഡ് ചിന്ന, സവിത ടീച്ചർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവർ സംസാരിച്ചു. പുരുഷോത്തമ കുപ്ലേരി സ്വാഗതവും കിഷോർ പെർല നന്ദിയും പറഞ്ഞു. ഗണേഷ് നായിക് മഞ്ചേശ്വരം പരിപാടി നിയന്ത്രിച്ചു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭൂവസ്ത്രമണിഞ്ഞ് മടിക്കയിലെ തോടുകൾ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോടുകൾക്കും കുളങ്ങൾക്കും കയർ ഭൂവസ്ത്രം കവചമൊരുക്കുന്നത്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന കയർ ഭൂവസ്ത്രത്തിന്റെ സാധ്യതകൾ ജില്ലയിൽ വർദ്ധിക്കുന്നു. മടിക്കൈ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോടുകൾക്കും കുളങ്ങൾക്കും കയർ ഭൂവസ്ത്രം കവചമൊരുക്കുന്നത്. 2-ാം വാർഡിലെ മധുരക്കോട്ട് തടയണയിൽ നിന്നും വരുന്ന തോടിനാണ് കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. 2-ാം വാർഡിൽ തുടങ്ങി 4-ാം വാർഡിലെ ചെറുവൈ താഴെ വരെ എത്തുന്ന മടിക്കൈ വയൽ തോടിനാണ് സംരക്ഷണം ഒരുക്കുന്നത്. പൊതു തോടുകളെയും അതുപോലെ തന്നെ കുളങ്ങളിലെയും കരകൾ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ കൃഷിയിടങ്ങളിലെ ജലസംരക്ഷണവും അതോടൊപ്പം ജൈവസമ്പത്തും സംരക്ഷിക്കാനാവശ്യമായ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. അതോടൊപ്പം ഈ കനാലിലെ വെള്ളം ഏറ്റവും സുഗമമായി കൃഷിയിടത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ സംവിധാനത്തിലൂടെ നമ്മുടെ പഞ്ചായത്ത് ചെയ്യുന്നത്. കാർഷിക മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാവശ്യമായ ഒരു സംവിധാനമാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. അതോടൊപ്പം കൃഷിക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായി അവരുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ്. 800 സ്ക്വയർ മീറ്റർ കയർ ഭൂവസ്ത്രമാണ് ഇത്തവണ വിരിക്കുക. തൊഴിലുറപ്പിലൂടെ 702 തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. പൊതു തോടുകളും കുളങ്ങളും വെട്ടി വൃത്തിയാക്കിയ ശേഷം വെട്ടിക്കയറ്റുന്ന മണ്ണും ചെളിയും മഴയും മറ്റുള്ളവയിലൂടെ ഇടിഞ്ഞു വീഴാതെ സംരക്ഷിക്കാനാണ് കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. വലിയ റോളുകളായി എത്തിക്കുന്ന കയർ ഭൂവസ്ത്രം തോടുകളുടെയും കുളങ്ങളുടെയും അളവിനനുസരിച്ച് മുറിച്ചെടുത്ത് ചെറിയ മുളക്കുറ്റികൾ ഉപയോഗിച്ച് ഉറപ്പിക്കും. ഏറെക്കാലം വരെ കയർ ഭൂവസ്ത്രം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും പെട്ടിക്കടകൾ നീക്കം ചെയ്തു. അനുമതിയില്ലാതെ സ്ഥാപിച്ച പെട്ടിക്കടകളും മറ്റ് അനധികൃത വഴിയോര കച്ചവടവുമാണ് ഉദ്യോഗസ്ഥരെത്തി നീക്കം ചെയ്തത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും അനധികൃതമായി സ്ഥാപിച്ച നിരവധി പെട്ടിക്കടകൾ ഉൾപ്പെടെ നഗരസഭ കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാവിലെയാണ് ഉദ്യോഗസ്ഥരെത്തി അനുമതിയില്ലാതെ സ്ഥാപിച്ച പെട്ടിക്കടകളും മറ്റനധികൃത വഴിയോര കച്ചവടവും നീക്കം ചെയ്തത്. ഇവ വാഹനത്തിൽ കയറ്റി നഗരസഭാ കാര്യാലയത്തിലേക്ക് കൊണ്ടുപോയി. KSTP റോഡിൽ സർവീസ് റോഡിൽ സ്ഥാപിച്ച തട്ടുകടകൾ ഉൾപ്പെടെയാണ് നീക്കം ചെയ്തത്. നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടം പൂർണ്ണമായി നീക്കം ചെയ്യുമെന്നും നഗരത്തിന് വെളിയിൽ സ്ഥലം കണ്ടെത്തിയാൽ ലൈസൻസ് നൽകുമെന്ന കാര്യം പരിഗണിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഗ്രോ കാർണിവലിന് ഒരുക്കങ്ങളായി. 22 മുതൽ 31 വരെ തീയതികളിൽ ബേക്കൽ പള്ളിക്കരയിലാണ് കാർണിവൽ. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, ജൈവവൈവിധ്യ ശേഖരങ്ങൾ, അത്യതാപൂർവമായ കാഴ്ചവസ്തുക്കൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, തൈകൾ, നൂതന സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രവേശനവും വിപണനവുമാണ് കാർണിവലിന്റെ പ്രധാന ആകർഷണമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന കാർണിവലിൽ സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ, വിവിധതരം കലാപരിപാടികൾ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം, വിനോദത്തിന് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ജില്ലാ കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. 22-ന് വൈകിട്ട് പൂച്ചക്കാട് നിന്നും വിളംബര ഘോഷയാത്ര പുറപ്പെടും. 23-ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം 31-ന് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ K മണികണ്ഠൻ, M കുമാരൻ, KV ശ്രീലത, V ഗീത, ഷക്കീല ബഷീർ, K ബിന്ദു, ഹരികൃഷ്ണൻ S എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആസാമിലെ തീവ്രവാദ കേസിലെ പ്രതി കാസർഗോട്ട് അറസ്റ്റിൽ. MP ഷാബ് ഷേഖാണ് കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും അറസ്റ്റിലായത്. K മുഹമ്മദ് മാഷിന്റെ ഓർമ്മകളിൽ നിറഞ്ഞ് കാസർഗോഡ്. സാഹിത്യവേദി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് പ്രമോദ് രാമൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ട് അരക്കോടിയുടെ പാൻ മസാല വേട്ട. 2 കോഴിക്കോട് സ്വദേശികൾ അറസ്റ്റിൽ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം. യുവജന വനിതാ സമ്മേളനം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ക്യാമ്പസിൽ ദേശീയ സസ്യശാസ്ത്ര സമ്മേളനത്തിന് തുടക്കമായി. പ്രമുഖ ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്നു. പടന്ന പഞ്ചായത്തിൽ നടന്ന വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് UDF പ്രതിഷേധ സംഗമം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.